ഗയ്സ്, ഈ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമ്മുടെ മഞ്ജു ആൻ്റണി ചേച്ചിയാണ്. മഞ്ജു ആൻ്റണി, മഞ്ജു ചേച്ചി. മഞ്ജുവിൻ്റെ അടുത്തൊരു കാര്യം പറയാനുള്ളത്. ഞാൻ എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് മഞ്ജു ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, പുള്ളിക്കാരുടെ സംസാരത്തിൽ തന്നെ അറിയാം. ഒരു കുലസ്ത്രീ, ഒരു നല്ല പിള്ള ചമയൽ, നന്മമരം, ഇരട്ടത്താപ്പ്, നിലപാടില്ലായ്മ, ഇതൊക്കെ എനിക്ക് തോന്നിയത് പുള്ളിക്കാരുടെ സംസാരത്തിൽ നിന്ന്, പുള്ളിക്കാരുടെ പ്രൊഫൈൽ നോക്കിയ സമയത്തൊക്കെ എനിക്കതാ മനസ്സിലായത്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുക, ഒരാളിങ്ങനെ കുറ്റം പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പുറത്തും ചാടുക അപ്പുറത്തും ചാടുക. ഞാൻ ആ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ പുള്ളിക്കാരെ ഞാൻ കുറ്റവും പറഞ്ഞിട്ടുണ്ട് എന്ന് നല്ല ഭയങ്കര ഒരു ഭയങ്കര കാര്യം, വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് സമൂഹത്തിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരുടെ സംസാരം തന്നെ കേട്ടാൽ അറിയാം. ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ രേണുസുതിയെക്കുറിച്ച്. ഞാൻ രേണുസുതിയെക്കുറിച്ച് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒന്ന് താഴെ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് അത്ര മോശമായിട്ടുള്ള കമൻറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ പറഞ്ഞ വീഡിയോയുടെ എനിക്ക് സംസാരിക്കാൻ തോന്നി, ഞാൻ സംസാരിച്ചു. അത് റിയാക്ട് ചെയ്തുകൊണ്ടൊന്ന് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടു, ഒരു കുഴപ്പമില്ല, എൻ്റെ പേര് പോലും വെക്കാതെ. പക്ഷേ ഞാനങ്ങനെ ഫേമസ് ആയാലോ? എങ്ങനെ ഫേമസ് ആകേണ്ട ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് കഴിക്കുന്ന ഒരാളല്ല നിങ്ങളെപ്പോലെ. പറ്റിച്ച് ജീവിക്കുന്ന നെഗറ്റീവ് പറഞ്ഞ് തിന്നുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. എനിക്കെൻ്റെ ആവശ്യവും ഇല്ല. പട്ടിണി തന്നാൽ അത് അന്തസ്സോടെ പട്ടിണി കിടക്കും. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കുണ്ടോ? എനിക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഊളകൾ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് രേണുസുതിയുടെ മക്കൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസം, വീട്, പഠനച്ചെലവ്, ഇതൊക്കെ എല്ലാവരും ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ ഉപകാരം വാങ്ങിച്ച് ആ കൈപ്പറ്റിയിട്ട് ആൽബമൊക്കെ അഭിനയിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചതാണ് വീഡിയോക്കകത്ത്. നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങളൊരു 10 പ്രാവശ്യം കാണും, 10 പ്രാവശ്യം നിങ്ങളുടെ വീഡിയോ കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വന്നിരുന്ന ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ അവരുടെ ഇഷ്ടമല്ലൂടെ എങ്ങനെ ജീവിക്കണമെന്ന്. ഇപ്പം ഞാൻ വന്ന് നിങ്ങളോട് പറയണം നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മതി മഞ്ജു, നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതി, അല്ല നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചാൽ മതി. നിങ്ങൾക്കത് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശരിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴിയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ജീവിക്കൂ. നമ്മളൊരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ ജീവിക്കും, നിങ്ങൾക്ക് അങ്ങനെ ജീവിച്ചിടായിരുന്നോ, അതുകൊണ്ടില്ല ഇങ്ങനെ ആയത്? ആ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞത് കുറ്റമുള്ളത് കൊണ്ടാണ് വീടിനെ കുറിച്ച് കുറ്റം പറയുന്നത്. ആ സജീന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ട്, രേണു ചേച്ചിയുടെ കൂട്ടുകാരി. ആ വീഡിയോക്ക് ഒന്ന് പോയി കാണും. അവരൊക്കെ കറക്റ്റ് കാര്യമാണ് പറഞ്ഞേക്കുന്നത്, സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ പ്രതികരിക്കൂ. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാതാണ് നിങ്ങളിപ്പോൾ ഈ പ്രതികരിച്ചൊരു വീഡിയോ ഇടുന്നത്. രേണുസുതിയുടെ അച്ഛനെക്കുറിച്ചൊക്കെ അങ്ങനെ തന്നെ കളിയാക്കി നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാവും. അങ്ങനൊന്നും ചെയ്യരുതൊരിക്കലും, മനസ്സിലായില്ലേ? നിങ്ങളുടെ അച്ഛനെ വന്ന് ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? രേണുസുതിയുടെ അച്ഛനെക്കുറിച്ച് കുറ്റമല്ല പറഞ്ഞത്. അവരാ ബിഗ് ബോസിൽ പോയിട്ട് അവരുടെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അവരതൊക്കെ സംസാരിക്കുന്നത്. അവർ കൊടുത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ എന്താ? ഇങ്ങനെ കൊള്ളാവോ ചേച്ചിക്ക്? എന്തായാലും വല്ലാത്തൊരു പാവാട മഞ്ജു തന്നെ.